ബി.ജെ.പി. മായയിൽ അകപ്പെട്ടിരിക്കുകയാണ്. 1000 വർഷം പഴക്കമുള്ള ഒരു കഥയും അതിലെ സന്ദേശവും അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാൻ രാമൻ സത്യത്തിനു വേണ്ടി പോരാടുമ്പോൾ അദ്ദേഹത്തിന് പണമോ അധികാരമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാവണന് പണവും അധികാരവും സൈന്യവും ഉണ്ടായിരുന്നു. സത്യം, പ്രതീക്ഷ, വിശ്വാസം, ക്ഷമ, ധൈര്യം എന്നിവയായിരുന്നു ഭഗവാൻ രാമനുണ്ടായിരുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി പ്രതീക്ഷയായ പ്രിയങ്ക ഗാന്ധി ഇന്ത്യ സഖ്യ റാലിയിൽ ബി.ജെ.പിയെ കടന്നാക്രമിച്ച വാക്കുകളാണിത്. ബി.ജെ.പി. മായയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും സത്യത്തിനു വേണ്ടി പോരാടുമ്പോൾ ഭഗവാൻ രാമന് പണമോ അധികാരമോ ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രിയങ്കയുടെ വാദം. ഇലക്ഷനോട് അടുക്കും തോറും ബി.ജെ.പിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായി ഉറച്ചു നിൽക്കുന്ന പ്രിയങ്കയുടെ വാദങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? എന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം? കോൺഗ്രസിന്റെ അടിത്തറ ഇനി പ്രിയങ്ക കാക്കുമോ? പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള പന്തയ മത്സരത്തിൽ പ്രിയങ്കയുടെ കയ്യൊപ്പം പതിഞ്ഞിട്ടുണ്ടാകുമെന്നത് ഉറപ്പ് തന്നെ. രാഹുൽ ഗാന്ധിയുടെ റോളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ കോൺഗ്രസിലെ കാര്യങ്ങൾ പ്രിയങ്കയുടെ വഴിയിലേക്ക് തിരിയുമെന്നതും മറ്റൊരു വാസ്തവമാണ്. അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് ഗാന്ധി സഹോദരങ്ങൾക്ക് ഒരു പരീക്ഷണമാണ്. പാർട്ടിയുടെ പഴയ പ്രതാപം പിടിച്ചെടുക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഒപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്നത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ അമ്മ സോണിയാഗാന്ധിയുടെ സ്ഥാനത്തേക്ക് മകൾ എത്തുമോ എന്നതും നിലവിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചർച്ചാ വിഷയം. എന്നാൽ പാർട്ടിയും നേതാക്കന്മാരും ഇതുവരെ അതിനെപ്പറ്റി മനസ്സ് തുറന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പിനായി ഒരുമിച്ച് പോരാടുകയാണ്. സെമി ഫൈനലുകളാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രകടമാകുന്നുമുണ്ട്. തെലങ്കാന പ്രചാരണം നയിക്കാൻ കോൺഗ്രസ് പ്രിയങ്കയെ ക്ഷണിച്ചും കഴിഞ്ഞു. രാജസ്ഥാനിലും പ്രിയങ്കയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകുമെന്നതും ഉറപ്പ് തന്നെയാണ്. ആരാണ് പ്രിയങ്ക എന്ന ചോദ്യത്തിന് പറയാനുള്ള ഉത്തരം ഇതാണ്: കോൺഗ്രസിന്റെ ചാമിംഗ് ബ്യൂട്ടി. മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുമായി വാക്കിലും നോക്കിലും വേഷത്തിലും സമാനതകളേറെ. അണികളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ പ്രിയങ്കയുടെ പേര് പണ്ടേ പതിഞ്ഞു കഴിഞ്ഞു. പാരമ്പര്യമാണ് മാനദണ്ഡമെങ്കിൽ മുഖഛായയ്ക്കും മാർക്കുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ പ്രതിച്ഛായയാണ് മുഖ്യം. ഇതിൽ പ്രിയങ്ക ഗാന്ധി എവിടെ വരെ എത്തി? കൊച്ചുമകളായ പ്രിയങ്കയെ ഇന്ദിരയോട് തുലനം ചെയ്യുന്നവരോടാണ് വിമർശകരുടെ പ്രധാന ചോദ്യം. ഇതിന് വാദങ്ങൾ പലതുണ്ട്. പാരമ്പര്യവും നേതൃത്വപാഠവും ഇച്ഛാശക്തിയും മാത്രമായിരുന്നില്ല ഇന്ദിരാഗാന്ധി. വേണ്ടി വന്നാൽ അടിച്ചമർത്താനും അറിയാം. എന്നാൽ പ്രിയങ്ക ഇതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി മാത്രമാണ് ഇതുവരെ. ഇന്ദിരയുടെ ഷെയ്ഡും ഗ്ലാമറും യു പി തെരഞ്ഞെടുപ്പിനെ നയിച്ച പ്രിയങ്ക വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അവിടെ വേരുറപ്പിക്കാനുള്ള അവസരവും പ്രിയങ്ക കൈവിട്ടു. പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടി പോലും ഇല്ലാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ. യുവജന പ്രസ്ഥാനങ്ങളുടെ കടന്ന് പടവെട്ടി മത്സരിച്ച് വരുന്നവർക്കുണ്ടാകുന്ന ചില പ്രായോഗിക തന്ത്രങ്ങൾ വീടിനകത്തിരുന്ന് രാഷ്ട്രീയം പഠിച്ചവർക്കുണ്ടാകുമെന്ന പരിഹാസവും നിലനിൽക്കുന്നുണ്ട്. ഹിമാചലിലേക്കും കർണാടകയിലേക്കും എത്തിയപ്പോൾ സ്ഥിതി മാറിമറിഞ്ഞു. വെറുപ്പിന്റെ തെരുവിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നുവെന്ന മുദ്രാവാക്യം പ്രസക്തമായി. കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണെന്ന ആരോപണം നിലനിൽക്കെ പ്രിയങ്ക മത്സരിക്കുന്നത് അമ്പുകളുടെ ശക്തി കൂട്ടുമെന്നതിൽ സംശയമേ വേണ്ട. എങ്കിലും പ്രിയങ്ക ഗാന്ധിക്കായി 1/2 ഡസൻ മണ്ഡലമെങ്കിലും ചർച്ചയിലുണ്ട്. റായ്ബറേലിക്ക് പുറമെ അച്ഛന്റെയും ചേട്ടന്റെയും മണ്ഡലമായ അമേഠി, ഇന്ദിരയുടെ തിരിച്ചുവരവിനായി കളമൊരുക്കിയ തെലങ്കാനയിലെ മേധക്, കർണാടകയിലെ ചിക്മംഗ്ലൂർ, പിന്നെ രാഹുലിന്റെ വയനാടും. എന്നിരുന്നാലും ഹിന്ദി ഹൃദയഭൂമിയിലെ റായ്ബറേലി തന്നെയാണ് പ്രിയങ്കയ്ക്ക് അഭികാമ്യം. വെല്ലുവിളികൾ നിരവധിയാണ്. എങ്കിലും പതറാത്ത പാരമ്പര്യത്തിന്റെ മാറ്റൊട്ടും കുറയ്ക്കാതെ പ്രിയങ്ക കോൺഗ്രസിൽ നിന്നും പ്രിയങ്കരമാകും.